കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാറിനെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തവർക്കൊരു തിരിച്ചടിയാണ് ഇന്നത്തെ അവരുടെ ഉയർച്ച. എനിക്കിഷ്ടം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇത് ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്മാർട്ട്, ആൾക്കാരുടെ ഇടയിൽ കുറച്ചും കൂടെ ഇതായിട്ട് തോന്നുന്നത് ആരായിരിക്കും? അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ലേസി ആയിട്ട് ഒരു കാര്യത്തിൽ ഒരു എന്താ പറയുക ഉത്തരവാദിത്വം ഇല്ല, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ദിയ തന്നെയായിരിക്കും. അതിലൊരു സംശയവും ഇല്ല. ചേച്ചി, ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൽ ഒരു കുടുംബമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആരെന്നാ ചേച്ചിക്ക് തോന്നുന്നത്? ഒരു ചെറിയ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മുടെ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തില് ഒരു കുടുംബത്തില് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുള്ളത് വരുമാനമുള്ളത് എനിക്ക് തോന്നുന്നു മിക്കവാറും കൃഷ്ണകുമാർ ആ സാറിന്റെ ഫാമിലിയിൽ തന്നെയായിരിക്കും. ഒരു കാര്യം ഒരുപാട് കേട്ടിട്ടും അനുഭവിച്ചിട്ടുമാണ് പുള്ളി ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. 4 പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരു സാധാരണക്കാരന്, ഇല്ലേ? അവരുടെ കല്യാണം, വിദ്യാഭ്യാസം, മറ്റുള്ള കാര്യം. പക്ഷേ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാറിനെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തവർക്കൊരു തിരിച്ചടിയാണ് ഇന്നത്തെ അവരുടെ ഉയർച്ച. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ പിള്ളേർ അറിഞ്ഞിരുന്നത് കൃഷ്ണകുമാറിന്റെ മക്കൾ എന്നുള്ള ഒരു രീതിയിലാണെങ്കിൽ ഇന്ന് തിരിച്ചാണ്. ഓരോ മക്കളുടെയും പേരിൽ അഹാനയുടെ അച്ഛനാണ്, ഇഷാനിയുടെ അച്ഛനാണ്, ഹൻസികയുടെ അച്ഛനാണ്, അമ്മയാണ് എന്നുള്ളൊരു ലേബലിലായിരിക്കും അറിയപ്പെടുന്നത്. പറഞ്ഞിട്ടുണ്ട് അതില്ലേ, ഒരു കാലം വരെ നമ്മള് നമ്മുടെ മാതാപിതാക്കൾ പിന്നെ പറയും ഇന്ന ആളുടെ അച്ഛനാണ്. അതൊരു കാലഘട്ടത്തിന്റെ ഒരു തീർച്ചയായിട്ടും അതൊരു ഇതാണ്. അപ്പം നമുക്കറിയാം, അഹാനി ആയിരുന്നാലും ഹൻസിക ആയിരുന്നാലും ഇഷാനി ആയിരുന്നാലും ദിയ ആയിരുന്നാലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒന്ന് യൂസ് ചെയ്യുന്നവർക്ക് ഇവർ അറിയാത്തവരായിട്ട് ആരുമില്ല. അത്രത്തോളം നല്ലൊരു ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന 4 വ്യക്തികളാണ്. അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവർ നല്ല രീതിയിൽ ശോഭിക്കുന്നുണ്ട്. അതെ, നമ്മുടെ അഹാന ആക്ടിങ് കരിയറാണ് ചൂസ് ചെയ്തെങ്കിൽ ദിയയുടെ സ്വന്തം ബിസിനസ് ആയിട്ട് പോവുകയാണ്. ദിയ ഫിലിമിലൊന്നും അധികമില്ല, പക്ഷെ ബാക്കി മറ്റേ ആള് ഒന്ന് സിനിമയിൽ ഇഷാനി മുഖം കാണിച്ചു കഴിഞ്ഞു. ഹൻസിക എനിക്ക് തോന്നുന്നു മറ്റേ ലൂക്ക സിനിമയില് അഹാനയുടെ ഒരു ചെറിയ ക്യാരക്ടർ അവതരിപ്പിച്ചത് ഹൻസികയായിരുന്നു. എന്തായാലും എനിക്ക് ഇപ്പോഴുള്ള ഒരു പോക്ക് നോക്കിയിട്ട് തോന്നുന്നു ഹൻസിക മേ ബി ആക്ടിംഗ് ഫീൽഡിലോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ചേച്ചി, ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയ ചേച്ചിക്ക് ഇപ്പം ഒരുപാട് പേര് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചില ഈ പോസ്റ്റൊക്കെ വരുന്ന കണ്ടിട്ടുള്ളതാണ്. ഈ 4 മക്കളെയും കമ്പയർ ചെയ്തൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചേച്ചി ആരാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഈ 4 മക്കളിൽ സക്സസ്ഫുൾ ആയിട്ട് തോന്നുന്നത്? ഇവര് ഇപ്പൊ 4 പേരും 4 മേഖലകളിലാണ്. നമുക്ക് 4 പേരെയും വെച്ച് ഒരുമിച്ച് കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നും മോശമല്ല, ഒന്നും ഒന്നിനൊന്നും പേഴ്സണലി എൻ്റെ ഇതിൽ എനിക്കിഷ്ടം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇത് ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്മാർട്ട്, ആൾക്കാരുടെ ഇടയിൽ കുറച്ചും കൂടെ ഇതായിട്ട് തോന്നുന്നത് ആരായിരിക്കും? നമ്മുടെ ദിയ ആയിരിക്കും. അതെ, എനിക്കും ദിയേനെ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ഒന്ന് വെച്ച് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് ഒന്ന് അഹാനേനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയായിരുന്നു. ഇഷ്ടമല്ല, എന്നിരുന്നാൽ പോലും നമുക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ദിയേനെയാണ്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടമാണ്. കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു നമുക്ക് ഇഷ്ടം തോന്നുന്ന പല ഈ സംസാരങ്ങളിലാണെങ്കിലും പ്രവൃത്തിയിലൊക്കെ ആണെങ്കിലും. അതെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ കൂടുതൽ ഫസ്റ്റ് കേട്ടിട്ടുള്ള അഹാനയുടെ പേരാണ്. കാരണം ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, ആ ഒരു സിനിമയിലൊക്കെ കയറി തുടങ്ങിയ ഒരു സമയമായിരുന്നു. ഒരു ആക്ട്രസ് എന്നുള്ളൊരു നിലയിൽ ആദ്യമേ ഫെയിം ആയിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ അഹാനയുടെ അനിയത്തിമാരെന്ന നിലയിൽ ബാക്കിയുള്ളവരെ ഫോളോ ചെയ്തപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ലേസി ആയിട്ട് ഒരു കാര്യത്തിൽ ഒരു എന്താ പറയുക ഉത്തരവാദിത്വം ഇല്ല. ദിയയ്ക്ക് എന്താണോ തോന്നുന്നത്, ഇപ്പം ഓസിന്ന് വിളിക്കുന്നവർ ഓസിക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രമേ ഓസി ചെയ്യത്തുള്ളൂ. അതെ, ഇപ്പം അഹാന എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈയിടയ്ക്ക് പറഞ്ഞിരുന്നു, ഈ വീട്ടില് എല്ലാവരുടെയും കൂടെ ഒപ്പം നിൽക്കുക, അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓസി സത്യം പറഞ്ഞ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് 3 സഹോദരിമാരെ കാട്ടിയും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ദിയ തന്നെയായിരിക്കും. അതിലൊരു സംശയവും ഇല്ല. കാരണം നമുക്കറിയാം വെള്ളയമ്പല
കോതമംഗലത്ത് ദിയയ്ക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ കുറവൻകോണത്തും പുതിയൊരു ഷോപ്പ് ഓബയോസിയുടെ തുടങ്ങിയിരിക്കുകയാണ്. അതില് എല്ലാരും ഉണ്ട് കേട്ടോ, എല്ലാരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അത് നല്ലൊരു മനസ്സാണ് ചേച്ചി. കാരണം ഇന്നത്തെ ഒരു ലോകത്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഓബയോസിയുടെ പുതിയൊരു ഷോറൂമില് ചേച്ചി പറഞ്ഞതുപോലെ അഹാനിക്ക് സെപ്പറേറ്റ് ഒരു ഇതുണ്ട്, ദിയയ്ക്ക് സെപ്പറേറ്റ്, ഹൻസികയ്ക്ക് സെപ്പറേറ്റ്, ഇഷാനിക്ക് സെപ്പറേറ്റ്. അതെ അതെ, ഓരോ കളക്ഷൻസിന് സ്വന്തം സഹോദരിമാരുടെ പേരാണ് ദിയ കൊടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല ചേച്ചി ഇന്നത്തെ കാലത്ത് എത്ര പേര് അങ്ങനെ ചെയ്യാനായിട്ട് റെഡിയാവും. എല്ലാരും എനിക്ക് എന്റേത് സ്വന്തം കാര്യം നോക്കി, അത് ഒരു അമ്മപ്പെട്ട മക്കളാണെങ്കിൽ പോലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലോട്ട് മാറുമ്പോൾ അവരെല്ലാം അവരവരുടേതായിട്ട് ചിന്തിക്കുകയുള്ളൂ. പക്ഷെ ഇതിലൊരു ചിന്തയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് ഓസിയുടെ. അത് നമുക്ക് മനസ്സിലാക്കാം, ഓസി അങ്ങനെയാണ്. കാരണം അത് എടുത്ത് പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല. കാരണം അഹാൻ ഒരു സാരിയുടെ ഒരു കളക്ഷൻ തുടങ്ങിയിരുന്നു. നമുക്കറിയാം സിയ എന്നാണ് പേര്. അതില് സിയ എന്ന് പറയുന്ന വേറെ ഒന്നല്ല, S for സിന്ധു, I for ഇഷാനി, A for അഹാന, H for ഹൻസിക. അതില് ദിയയുടെ നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ഇല്ല. പക്ഷേ അതിനുശേഷമാണ് ഓബയോസി ഈ ഒരു ഷോപ്പ് ഇനാഗ്രേഷൻ വരുന്നത്. പക്ഷെ അവിടെ ദിയ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അത് ഞാൻ ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല, എനിക്ക് കണ്ടപ്പോൾ ഉള്ളിൽ അങ്ങനെ ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. വേണമെങ്കിൽ ദിയക്ക് അങ്ങനെ ചെയ്യായിരുന്നു. എന്റെ പേരിന്റെ ഒരു ഫസ്റ്റ് ലെറ്റർ അവരെ പുതിയൊരു എന്താ പറയാ ഫാമിലിയായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചത് ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടി എന്നാണ്. അതെ അതെ, കാരണം ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ കല്യാണം കഴിയുന്നതിനൊക്കെ മുമ്പൊക്കെ വരെ ഒരു അടിച്ചുപൊളി ലൈഫ് അത് മാത്രമായിരുന്നു ദിയ. നമുക്കിപ്പോ കാണുമ്പോൾ തന്നെ അറിയാം ബാക്കി 3 കുട്ടികൾ എന്ത് പക്വതയോടെ പെരുമാറുന്നേ. ആ ഒരു ഇത് പോലും ദിയക്ക് ഇല്ലല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെയാണ് നിൽക്കുന്നത് കാണിക്കുന്നത്. ബാക്കി എല്ലാവരും കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ എനിക്ക് ദിയേനെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പുള്ളിക്കാരി എങ്ങനെയാണോ ആ ഒരു ലെവലിൽ തന്നെയാണ്. എന്താണ് സംസാരിക്കാൻ തോന്നുന്നത് സംസാരിക്കും, എന്താണ് കഴിക്കാൻ തോന്നുന്നത് കഴിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നും വെച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. അത് മാത്രമല്ല വിവാഹത്തിനായിട്ട് പുള്ളിക്കാരി തെരഞ്ഞെടുത്തതും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ്. മാത്രമല്ല ഏറ്റവും ലളിതമായിട്ട് ഇത്രയും വലിയ സമ്പത്തും അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു പോപ്പുലാരിറ്റി ആയ ഒരു ലേഡിയുടെ കല്യാണം ഇങ്ങനെ ഒരിക്കലും അല്ല അല്ലേ. കല്യാണത്തിന്റെ ഒരു ഷെയർ വരെ അവളുടെ കാശ് തന്നെയാണ്. അവള് തന്നെയാണ് അവളുടെ കല്യാണത്തിന് ഒരുപാട് കാശ്. വലിയൊരു കാര്യം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചെയ്യുന്നത് അത്. കാരണം സ്വന്തം പൈസയിൽ കല്യാണം അല്ലെങ്കിൽ മറ്റുള്ള അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ പെൺകുട്ടികൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, കാരണം സ്വന്തം കാലിൽ നിൽക്കുക, ആ സമ്പത്തിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അന്തസ്സുള്ള കാര്യമാണ്. പറയാറുണ്ട്, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ളതാണ്, ആദ്യം ഒരു ജോലി വാങ്ങിക്കണം എന്നിട്ട് മതി കല്യാണം എന്ന് പറയുന്നത്. എല്ലാവരും നേരത്തെ കല്യാണം സംസാരത്തിലൂടെ. പക്ഷെ ദി എന്ന് പറയുന്നത് അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ്. പുള്ളിക്കാരി സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ആ സ്വപ്നം എല്ലാം സാക്ഷാത്കരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് പോയത്. എനിക്ക് അടുത്ത വരുന്ന കുഞ്ഞ് അല്ലെങ്കിൽ തലമുറ കഷ്ടപ്പെടാൻ പാടില്ല, വേറെ ഒന്നും കേൾക്കാൻ പാടില്ല. പക്ഷെ എന്തോ നല്ല ഒരു ഇത് അടുത്തത് കിട്ടിയത് ഒരു മോനാണ്. അപ്പൊ ഇനി ആർക്കും വേറെ പറയാനില്ലല്ലോ അല്ലേ. ഇനി പെൺകുട്ടികളുടെ ഒരു പട തന്നെയാണ് കൃഷ്ണകുമാറിന്റെ വീട്ടില്, അല്ലെങ്കിൽ ഇത്രയും പെണ്ണുങ്ങൾക്കും കൂടെ കാവൽക്കാരനായിട്ട് കൃഷ്ണകുമാറാണോ എന്നൊക്കെ പറഞ്ഞ് പലരും അപഹാസ്യമായ രീതിയിലാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇപ്പൊ ആദ്യത്തെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോ ഓക്കെ, രണ്ടാമത്തെ പെണ്ണോ വീണ്ടും പെണ്ണോ നിന്റെ കാര്യം പോക്ക. അതെ, ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ കുറച്ചു മുന്നേ ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഈ 4 പെൺകുട്ടികളെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് വളർത്താനുള്ള ബുദ്ധിമുട്ട്, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പക്ഷെ ആരും വിചാരിക്കാത്ത രീതിയിൽ മക്കൾ 4 പേരും ഇത്രയും ഉയർച്ചയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അംഗീകാരവും അഭിനന്ദനവും കൊടുക്കേണ്ടത്, ഒരു വലിയ കയ്യടി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും സിന്ധുവിനും കൃഷ്ണകുമാറിനും തന്നെയാണ്. എല്ലാവർക്കും മാതൃകയാണ് അവർ. 4 പെൺമക്കളുണ്ടെങ്കിൽ നമ്മൾ 4 പേരും വേറൊരു ഇതായിട്ട് പോയിട്ടില്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ജീവിതത്തിൽ കയറിയിട്ടുണ്ട്. കൂട്ടുകുടുംബം പോലെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ദിയ സെപ്പറേറ്റ് ആണെങ്കിൽ പോലും എല്ലാവരും ഒരുമിച്ച് ഒരു കാര്യത്തിന് വീട്ടിലെ ചെലവുകളും കാര്യങ്ങളും എല്ലാവരും കൂടെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ട്രിപ്പ് പോകുമ്പോ പറയുന്ന കേട്ടിട്ടുണ്ട്, ഓരോരുത്തർ ഷെയർ ഇടാറുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. ഇവര് പലയിടത്തും പല രാജ്യങ്ങൾ കാണാൻ പോകുമ്പോഴും അവരവരുടെ ഷെയർ, അവരവരുടെ ചെലവ് ഇതൊക്കെ നോക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. കാരണം നമ്മളൊക്കെ സ്വപ്നം കാണുന്നതേ ഉള്ളൂ ഇതൊക്കെ. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് തീരുമാനങ്ങൾ പറയും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം, എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ അതിനൊരു വലിയ കയ്യടി തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ കളിയാക്കുന്നവരോട് ഒരൊറ്റ ചോദ്യം, തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം, നമ്മൾ എത്രത്തോളം സക്സസ് ആണെന്ന്. അപ്പോൾ സക്സസ് ആയവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക, അല്ലാതെ അവരിലുള്ള കുറവുകളെ എടുത്ത് കാണിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ
വീണ്ടും ഒരു സിനിമയുടെ വിശേഷവുമായി വരേക്കും ബൈ. ബൈ.